ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം VOC ചാനലിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ച വൻ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിനെ വീണ്ടും മഹത്വപ്പെടുത്തുകയാണ്. ഷാജു ബ്രദറിനെ കുടുംബമായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശക്തിപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാൽ എൻ്റെ മുന്നിലായിരിക്കുന്ന ഡോക്ടർ രാജൻ പാസ്റ്റർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം ഈ VOC ചാനലിൽ കൂടെ വചനം ശുശ്രൂഷിക്കുന്ന ഏവർക്കും, ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിലേക്ക് ഈ സമയം കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇന്ന് സഹായിക്കും എന്ന് യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ വ്യക്തമായിട്ട് വ്യവസ്ഥയില്ലാത്ത പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, എന്നാൽ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വേദപുസ്തകം സ്പഷ്ടമായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവം നീതീകരിക്കുന്നവനാണ് നീതിമാൻ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കുമ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. VOC ചാനലിൽ കഴിഞ്ഞ പ്രാവശ്യം 4 ചിന്തകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ 3 ചിന്തകൾ കൂടെ അതിനോട് ചേർന്ന് സംസാരിക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, അതിൽ സന്തോഷമുണ്ട്. എന്നാൽ പ്രാർത്ഥനയുടെ വ്യവസ്ഥ മാറിപ്പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം ലഭിക്കത്തില്ല. പ്രാർത്ഥനയ്ക്ക് തടസ്സം വരരുത്. സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കുമ്പോൾ, എന്നെയും നിന്നെയും നോക്കുമ്പോൾ, അതേ പ്രഭാതത്തിലാകട്ടെ രാത്രിയാകട്ടെ മുട്ടുമേൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ മാറിപ്പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ദൈവസന്നിധിയിൽ പാപം മോഹിച്ച് നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിയായി മാറണം. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ കാതലായിട്ടുള്ള കാര്യം. എന്നാൽ പറയട്ടെ, വ്യവസ്ഥയില്ലാത്ത പ്രാർത്ഥന സ്വർഗം കേൾക്കത്തില്ല. ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന തട്ടിൻ്റെ അടുത്തേ എത്തത്തുള്ളൂ, സ്വർഗം കാണത്തില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയുടെ തടസ്സമെന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ച വേദഭാഗമാണെങ്കിലും അത് 4 കാര്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. അതിനായിട്ട് ഞാൻ പറയുകയാണ്. അത് യെശയ്യാപ്രവചനം നമുക്കറിയാം, 59-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യപ്രകാരം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാത്ത വണ്ണം അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ കഴിയാത്ത വണ്ണം അവൻ്റെ ചെവി മാന്യമായി പോയില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ബദലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അകൃത്യവും പാപവും വെച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗം പ്രാർത്ഥന കേൾക്കത്തില്ല, മറുപടി തരത്തില്ല. ഒന്ന്. രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത്, അത് ദൈവത്തിന് സ്തോത്രം, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, സുഖഭോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗം പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് പറയട്ടെ, അതേ 1 പത്രോസ് 3-ന്റെ 7-ാം വാക്യം, അതേ ദൈവത്തിന് സ്തോത്രം, ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള തെറ്റായ ബന്ധം പ്രാർത്ഥന കേൾക്കത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണം, ഐക്യം എത്തിപ്പെടണം, ഇല്ലെങ്കിൽ പ്രാർത്ഥന സ്വർഗം കേൾക്കത്തില്ല. 4-മതായിട്ട് നമ്മൾ ചിന്തിച്ചത്, അത് വിശ്വാസമില്ലാത്ത പ്രാർത്ഥന സ്വർഗം കേൾക്കത്തില്ല, അത് അംഗീകരിക്കത്തില്ല, അതിന് മറുപടി ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ 3 ചിന്തകൾ കൂടെ ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്.
അതിനാധാരമായിട്ട് ഒരു വാക്യം എന്നെ വായിച്ച് സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. മറുപടി തരാത്ത പ്രാർത്ഥന, സ്വർഗം കേൾക്കാത്ത പ്രാർത്ഥന, അതിന് ദൈവത്തിൻ്റെ വഴിയിൽ തടസ്സം നിൽക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് 3 ചിന്തകൾ കൂടെ ഇന്ന് ഞാൻ ചിന്തിപ്പാനായിട്ട് വീണ്ടും ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും VOC ചാനൽ കൂടെ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവര് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ഈ വചനം ശ്രവിക്കുമ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ സ്വർഗം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുക. അതിനാധാരമായിട്ട് മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യം വായിച്ചാട്ടെ. ശബ്ദമുയർത്തി വായിച്ചാട്ടെ. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്, ശത്രുവിനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ, വിശുദ്ധ ദിവസത്തിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ സഭായോഗങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ എപ്പിസ്കോപ്പൽ സഭകളിൽ ദൈവത്തിന് സ്തോത്രം സഭായോഗങ്ങൾക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം കർത്തൃമേശ നിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പൈതൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് നിരന്നു വേണം ഇത് ഭക്ഷിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം അനവധി സഭകളില് പാസ്റ്റർമാർ ദൈവത്തിന് സ്തോത്രം, അച്ഛന്മാർ ദൈവത്തിന് സ്തോത്രം കർത്തൃമേശ കൊള്ളുമ്പോൾ അതിനായിട്ട് വരുമ്പോൾ നിനക്ക് ഓർമ്മ വരുമ്പോൾ ഒരു വാക്യം വായിക്കാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുക. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം കൂടെ വായിച്ചാട്ടെ സഹോദരി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മത്തായി 5:23-24 വാക്യം വായിച്ചാട്ടെ. ആകയാൽ നീ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവന്നു നിങ്ങളുടെ വഴിപാട് യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് വേണ്ടപ്പെട്ടവരോട് ദൈവത്തിന്റെ സ്തോത്രം നീ നിരക്ക്, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ദൈവത്തിന്റെ നീ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ യേശു കർത്താവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ സ്തോത്രം സഭകളിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, എനിക്കിന്ന് പറയാനായിട്ടുള്ളത് നിന്റെ സഹോദരനോട്, സഹോദരിയോട്, നിന്റെ വേണ്ടപ്പെട്ടവരോട്, സഭാവിശ്വാസികളോട് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവനോട് നിരപ്പ് പറ, എന്നിട്ട് വന്ന് ഭക്ഷിക്കേ. അത് സ്വർഗം കാണും. ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ രോഗിയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതാണ് അതിന് മറുപടി. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവത്തിന്റെ സ്തോത്രം, ഇത് കർത്താവിന്റെ കൽപ്പനയാ. പ്രൈസ് ദി ലോർഡ്. വായിക്കാൻ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം പ്രൈസ് ദി ലോർഡ് അതെ 22-34 മുതൽ 40 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പോലെ ശത്രുവിനെ നീ സ്നേഹിക്ക്. ക്രൂശിക്കിടന്ന് യേശു കർത്താവ് കാണിച്ചു തന്നല്ലോ, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞെങ്കിൽ ആ ക്ഷമ നീ കാണിക്കേ. വിശ്വാസികളോട് കാണിക്ക്, വേണ്ടപ്പെട്ടവരോട് കാണിക്ക്, ശത്രുവിനോട് നീ നിരന്നുകൊള്ള. പ്രൈസ് ദി ലോർഡ്. അതാ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നീ എന്ത് തന്നെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒത്തിരി പ്രസംഗിച്ച് കാണും, ഒത്തിരി ദൈവത്തിന്റെ അന്യഭാഷയിൽ നീ സംസാരിച്ച് കാണും. പ്രൈസ് ദി ലോർഡ്. കോരിന്ത്യക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോ അവിടെ വ്യക്തമായിട്ട് പറയാ, സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. ആമേൻ. അതുകൊണ്ട് കാണപ്പെടുന്നവരെ സ്നേഹിക്കാൻ കഴിയാതെ കാണപ്പെടാത്ത എന്നെ എങ്ങനെ സ്നേഹിക്കുമെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറയട്ടെ, രാത്രികാലം പറയട്ടെ, അതിൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട് ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. ഇന്ന് ഞാൻ വചനം ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക, എന്നിട്ട് മാപ്പ് ചോദിക്കുക, ക്ഷമിക്ക് സഹോദര, ക്ഷമിക്ക് സഹോദരി. ഇതാ ശുശ്രൂഷ ദൈവത്തിൻ്റെ ബദലേ.
അങ്ങനെ ദൈവത്തിന്റെ സ്വത്രം നിരക്കാൻ നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. മുട്ടുമടക്കുമല്ലോ. ഇന്നെ കേൾക്കുന്ന പാസ്റ്റർമാര്, അച്ഛന്മാര്, അതെ വിശ്വാസികള്, എനിക്ക് പറയാനായിട്ടുള്ളത് നീ അവരോട് നിരക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാഗൽഭ്യത്തോടെ ഞാൻ വെല്ലുവിളിയോടുകൂടെ പറയാ, എന്നെ വേണ്ടപ്പെട്ടവര് എനിക്ക് ശത്രുവാണെങ്കിൽ, സുവിശേഷ നിമിത്തം അതുപോലെ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികള് ശത്രുവാണെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് കടന്നുപോയി നിരപ്പ് പറഞ്ഞവനാ. ആമേൻ. എന്നിട്ട് തന്നെ യോഗ്യതയോടുകൂടെ ഈ വചനം ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക. ഞാൻ കടന്നു വരട്ടെ, പറയാം, വായിച്ചാട്ടെ. രണ്ടാമത്തേത് അതിനോട് സമം. രണ്ടാമത്തേത് അതിനോട് സമം. ഉണ്ടോ? ഈക്വല. വായിച്ചാട്ടെ. കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. വേദപുസ്തകം അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ മേല് സ്നേഹമില്ല എങ്കിൽ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരുമായുള്ളവര് എനിക്ക് പറയാനായിട്ടുള്ളത്, നീ അവരെ സ്നേഹിക്കുക. സ്തേഫാനോസ് ഒരു മാതൃകയാ. പറയാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മേല് സുവിശേഷം നിമിത്തം ഇന്ന് അനേകര് ദൈവത്തിന് സ്വത്രം അതേ പീഡകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതേ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും പല രാജ്യത്തിന്റെ ഭാഗങ്ങളിലും സുവിശേഷ നിമിത്തം ദൈവത്തിന് സ്വത്രം അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഗ്രഹാം സ്റ്റെയിൻസും കുഞ്ഞുമക്കളും നഷ്ടപ്പെട്ട് നമുക്കറിയാം. അവരെ സ്നേഹിച്ച ആ സ്നേഹമാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം. ആമേൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ വഴിയില് യേശു കർത്താവ് കാണിച്ച മാതൃകയില് എത്രയോ ദൈവത്തിന് സ്വത്രം രാഷ്ട്രീയക്കാര് മനം തിരിഞ്ഞു വരുന്നുണ്ട്. ആമേൻ. ശാന്തമായി ചിന്തിക്ക്. എത്രയോ രാഷ്ട്രീയക്കാര് മനം തിരിഞ്ഞു വരുന്നു. എത്രയോ ശാസ്ത്രജ്ഞന്മാർ മനം തിരിഞ്ഞു വരുന്നു. ശത്രുവിനെ സ്നേഹിക്കുക. ഇത് കർത്താവിന്റെ കൽപ്പന. ഇതാ കൽപ്പന, റിയൽ കൽപ്പന ഇതാ. എന്താ? സ്നേഹിക്കുക. സ്നേഹമില്ല എങ്കിൽ ഒന്നും തന്നെ ഇല്ല. ഇന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ മുറിവാക്കൊണ്ട് പറഞ്ഞതല്ല. ഇന്ന് ദൈവത്തിന്റെ പേരിൽ നടക്കുന്നത് ആത്മീയ ലോകത്തെ സ്നേഹമില്ലായ്മയാ. ഞാൻ പറയാറുണ്ട്, ഈ സഭയിൽ നിന്ന് ആ സഭയിലേക്ക് പോകില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകില്ല, ഇങ്ങോട്ട് മിണ്ടില്ല. നീ അങ്ങോട്ട് കയറിച്ചല്ല, മിണ്ട്, സംസാരിക്കേ. ബലം പിടിക്കല്ല ദൈവത്തിന്റെ പേര്. നീ UK പോയാലും അമേരിക്കയിൽ പോയി സമ്പാദിച്ചാലും ദൈവത്തിന്റെ സ്വത്രം സ്നേഹമില്ലെങ്കിൽ വട്ടപൂജ, സീറോ. ഞാൻ ആ ഭാഗത്തു നിന്ന് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, നീ ശത്രുവിനെ സ്നേഹിച്ച് അവൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തിൻ്റെ പേരിൽ അവനോട് നിരക്ക്. എന്നിട്ട് കത്രിമേശ കൊടുക്ക്. എന്നിട്ട് കത്രിമേശ വാങ്ങിക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് വെള്ള ഷർട്ട് ഇട്ടിട്ടാണ് പ്രസംഗിക്കണം അല്ലേ നിങ്ങളുടെ മുന്നിൽ. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു വൈറ്റ് വേണം, വൈറ്റ്. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇട്ടോ, നല്ല കാര്യ. ദൈവത്തിന് സ്വത്രം ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ല കാര്യ. പക്ഷെ ഉള്ളുവെള്ളയാകണം. പ്രൈസ് ദി ലോർഡ്. ഇതാ സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് ദൈവത്തിൻ്റെ വയല് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നിരക്ക് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ അവൻ്റെ അടുത്ത് ചെല്ലേ. ഞാൻ പറയാ, എന്നെ ഭാര്യ എന്നോട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതെ ചേട്ടാ, എത്ര പ്രാവശ്യമായി ചെല്ലണു എന്നിട്ട് ഗുണം പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയാറുണ്ട്, അതെ 70 വട്ടം ക്ഷമിക്കണം. ആമേൻ. ക്ഷമിക്കേ, ക്ഷമിക്കേ, ക്ഷമിക്കേ. അവനെ സ്വർഗം നിനക്ക് തരുമെന്നേ. തന്നത് ഒത്തിരി ഉണ്ട്. ഓ, പറയാനായിട്ടുണ്ട്. എന്നോട് മിണ്ടാത്തവര് ചിരിക്കാത്തവരൊക്കെ എന്നോട് മിണ്ടുകയും ചിരിക്കുകയും ചെയ്യുക. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എതിർത്തവരൊക്കെ ഇന്ന് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുക. ഒത്തിരി പറയാനായിട്ടുണ്ട്, സമയമെടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചത്. ദൈവത്തിന് സ്വത്രം, സ്വന്തം അനുഭവത്തിൽ നിന്ന്. അതെ, എന്നെ 31 വർഷം മുമ്പ് എത്രയോ പേരുമായിട്ട് പിണക്കമുണ്ടായിരുന്നു. ആ ഭവനത്തിലേക്ക് മുഴുവൻ കയറി ചെന്ന് മാപ്പി ചോദിച്ചവനാ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇത്ര തീഷ്ണതയോടെ കൂടെ പറയുന്നത് എന്താണെന്നറിയോ? യേശു കർത്താവിന്റെ സുവിശേഷം തീഷ്ണതയോടെ പറയണം. ചാട്ടെടുക്കേണ്ട അവിടുത്തെ ചാട്ടന്റെ കർത്താവ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വത്രം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നത്. ആമേൻ. ഒന്ന്, ദൈവത്തിന് സ്വത്രം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കേ. എന്നിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കേ, മുട്ടുമടക്ക്. ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം എനിക്ക് മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞാൻ മറുപടി എൻ്റെ സ്വർഗം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ വലിയ പ്രാഗൽഭ്യത്തോടെ ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
അതിന് മറുപടി തരുമെന്നേ. ശത്രുവിനെ നിരക്ക്. ഒത്തിരി പറയണമെന്നുണ്ട്, സമയമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യം 21:13 വാക്യം. പ്രൈസ് ദി ലോർഡ്. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വരി പാട്ട് ഞാൻ പാടട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വ്യവസ്ഥയില്ലാതെ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി സ്വർഗം തരത്തില്ല. നീ ആരായാലും പ്രൈസ് ദി ലോർഡ് അതിന് മറുപടി തരത്തില്ല. പഴയ നിയമം പഠിക്കുമ്പോഴും പുതിയ നിയമം പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ മേലെ അതിൽ മറുപടി കൊടുത്തിട്ടില്ല. ആമേൻ. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം ഒന്ന് നിരന്നുകൊള്ളുക. രണ്ടാമത്തെ വാക്യമാണല്ലോ വായിച്ചത്. എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കത്തില്ല. താനും എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇനിയാ. ആമേൻ. ഇന്ന് വിശ്വാസികൾക്കാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. വിശ്വാസമില്ലാത്തവൻ എന്തറിയാനാ? വിശ്വാസികൾ തന്നെ ദൈവത്തിൻ്റെ സ്തോത്രം വ്യവസ്ഥയില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സ്തോത്രം, എളിയവൻ്റെ നിലവിളിക്ക് എന്ത് ചെയ്യണം? ചെവി തുറക്കണമെന്നേ. എളിയവനോട് എന്ത് ചെയ്യണം? നീതി കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. നീതി കാണിക്കണം എളിയവനോട്. ഞാൻ പറയട്ടെ, ലാസറിൻ്റെയും ധനവാനെയും നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? എന്താ ലാസറിൻ്റെ മേലുള്ള കുറ്റം? എന്താ ധനവാന്റെ മേലുള്ള കുറ്റം? ലാസർ ദൈവത്തിൻ്റെ വഴിയിൽ, അതെ, ധനവാന്റെ മേശയിൽ നിന്ന് എന്തെങ്കിലും വീഴുമ്പോൾ, റൊട്ടിക്കഷ്ണം വീഴുമ്പോൾ അതെടുത്ത് കഴിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലാസർ. എന്നാൽ ധനവാന്റെ പേരുള്ള കുറ്റം എന്താ? നിങ്ങൾ ശാന്തമായി ചിന്തിക്കേ. ധനവാൻ വേണ്ടതുപോലെ ഈ ലാസറിനെ ശുശ്രൂഷിച്ചില്ല. ഇതാ ദൈവത്തിൻ്റെ പേരിൽ അവന് പേരുള്ള കുറ്റം. മനസ്സിലായോ പറഞ്ഞത്? അവനോട് നീതി പുലർത്തേണ്ടവനാ. അവന് ദൈവത്തിൻ്റെ സ്തോത്രം ഒരു വീട് വെച്ച് കൊടുത്തുകൊണ്ട് പണമുണ്ടല്ലോ, അവന് വേണ്ടതുപോലെ ശുശ്രൂഷിച്ചില്ല. അത് ദൈവത്തിൻ്റെ വഴിയിൽ അതൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, എളിയവനോട് ദൈവത്തിന് സ്തോത്രം, ദരിദ്രന്മാരോട് എന്ത് ചെയ്യണം? നീതി കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ പോലെ നല്ല ശമരിയക്കാരനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയുള്ളവനാണെന്നറിയോ? ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇനി കുറവെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി ചെയ്തോളാം. എന്താണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. അതാ ശുശ്രൂഷ. എളിയവനോട് ദൈവത്തിന് പോലെ നീതി കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ധനവാനായ മനുഷ്യന്റെ കുറവെന്താ? അവൻ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചില്ല. എന്നാൽ നല്ല ശമരിയക്കാരനെ കണ്ട് പഠിക്കേ. ഹല്ലേലൂയ. അവനോട് നീതി കാണിക്കേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദരിദ്രനോട് എന്ത് ചെയ്യണം? നീതി കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തും കർത്താവ്. നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് തടസ്സ, അത് കേൾക്കത്തില്ലെന്നേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ദരിദ്രരെ അവഗണിക്കുക എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ദരിദ്രൻ എന്ത് ചെയ്യുക? അവഗണിക്കുക. ഞാൻ തിരുവല്ല ഭാഗത്തേക്ക് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുക. ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഞാൻ ട്രെയിനിൽ കയറി. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ആമേൻ. അതെ, റിസർവേഷൻ ചെയ്ത ബോഗിയിൽ ഞാനുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു റിസർവേഷൻ ബോഗി വളരെ ഫിറ്റായിട്ടിരിക്കുക. അങ്ങനെ ഭിക്ഷയ്ക്ക് വേണ്ടി പഴയ കാലത്ത് ഒരു ഒരുത്തം കടന്നു. ഇപ്പോൾ ഭിക്ഷയ്ക്കൊന്നും കയറാൻ കഴിയത്തില്ല, ബുദ്ധിമുട്ടുള്ള കാലമാണ്.
സാങ്ഷൻ വേണം, ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനുണ്ട്, എന്നാലും കയറുന്നുണ്ട്. പ്രൈസലോ. ഞാൻ പറയട്ടെ, അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഭിക്ഷക്കാരൻ വന്ന് കൈനീട്ടി. ഞാൻ ഉദ്ദേശിച്ചല്ലേ എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എളിയവനോട് ദരിദ്രനോട് എന്ത് ചെയ്യുക, അവഗണിക്കുന്നവനാ അല്ലേ. ഞാൻ കൊടുത്തു. അങ്ങനെ സീറ്റിലുള്ള പലരും കൊടുത്തു. എന്നാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ, നല്ല സമ്പന്നര്, മുട്ടിനൊപ്പം വളയിട്ട സഹോദരി, എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരു പുച്ഛത്തോടു കൂടെ ഈ വ്യക്തിയെ നോക്കി. പറയട്ടെ, അനുഭവത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കഴിച്ച് ഈ ഭിക്ഷക്കാരൻ ദൈവത്തിൻ്റെ ഒരു അടുത്ത ബോഗി കടന്നുപോയപ്പോ ഈ രണ്ടുപേർ ചോദിച്ച ചോദ്യം, അതിന് ഭർത്താവ് ചോദിച്ചെന്താണെന്നറിയോ? നിങ്ങളല്ലാതെ അവർക്ക് പൈസ കൊടുക്കുമോ? ഇതൊക്കെ തട്ടിപ്പാണെന്നേ, ഇതൊക്കെ തട്ടിപ്പാ. അങ്ങനെ ഇവനെ അവഗണിക്കാൻ തുടങ്ങി. അപ്പോൾ എതിരെയുള്ള അടുത്തിരിക്കുന്നൊരു വ്യക്തി ഇയാൾക്കൊരു മറുപടി കൊടുത്തു. എന്താണെന്നറിയോ? നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൊടുക്കുന്നവരെ കൊടുക്കാൻ ബുദ്ധിമുട്ടിക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ പറഞ്ഞത്? അവരുടെ ഉള്ളത് കൊണ്ടല്ല അവർ കൊടുത്തത്. എന്തായാലും കൈ കാണിച്ചതല്ല സഹോദര, നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അവനെ അവഗണിക്കരുത്. ആമേൻ, സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പൊന്തി വരുന്നുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. അവനെ അവഗണിക്കരുത്. അങ്ങനെ എത്രയോ ദരിദ്രന്മാരെ ദൈവത്തിൻ്റെ പേരിൽ അവഗണിക്കുക. നിങ്ങൾ ശാന്തമായി ചിന്തിക്കേ. പിന്നെ ഇതാ ദൈവത്തിന് സ്തോത്രം അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പീഡിപ്പിക്കല്, ദരിദ്രന്മാരെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. പീഡിപ്പിക്കലിൻ്റെ അല്ലേ ഈ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തേക്ക്, ഒരു ഭവനത്തിലേക്ക് കടന്നുപോയി. കൊട്ടാരം പോലെ പഴയൊരു വീടാ. സ്ഥലം ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. അവിടെ കടന്നുപോയി ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് കടന്നുപോയപ്പോൾ ഒരു വ്യക്തി ബെഡിൽ കിടക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. കാഴ്ച കണ്ടപ്പോൾ ഒരു ലുങ്കിയുടെ നാലിലൊരു പൊളിയാ. ഈ വ്യക്തി ഏകദേശം ഒരു 70 വയസ്സ് കാണും. ഇയാൾ ഗസറ്റഡ് ഓഫീസറാ. 35,000 40,000 പെൻഷൻ വാങ്ങിക്കുക. ഞാൻ പറയട്ടെ, ഞാനവിടെ കിടന്നു ചെന്ന് പുറംതൊലിയിലൊന്ന് തടവിക്കൊടുത്തപ്പോൾ കണ്ണുനീര് പൊട്ടി. മൂത്രത്തിൻ്റെ മണമുണ്ട്. ദൈവത്തിൻ്റെ പേരിൽ പല വിധത്തിലുള്ള മണങ്ങൾ എൻ്റെ നേരെ കടന്നു വന്നു. എനിക്കതൊരു വിഷയമല്ല, കർത്താവിൻ്റെ വേലയാണല്ലോ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പേരിൽ മരുമകളെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതെന്താണ് മകളെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മരുമകൾ ദൈവത്തിൻ്റെ പേരിൽ ശാന്തമായി നിന്നു. ഞാൻ പറഞ്ഞു, ഈ അനുഭവം നിൻ്റെ മക്കൾക്കും വരാൻ സാധ്യതയുണ്ട്. നിന്നെ നോക്കുമ്പോൾ ഇത് വരുമെന്ന് വ്യക്തമായിട്ട് മുഖത്തടിച്ച് പറഞ്ഞു. ചെയ്യരുത്. ദൈവത്തിൻ്റെ പേരിൽ അതെ ഇവിടെ കാണുന്നത് ദരിദ്രരെ എന്ത് ചെയ്യുക, പീഡിപ്പിക്കുക. ആ വ്യക്തിനോട് കരഞ്ഞ കണ്ണുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയോ? മോനെ, എനിക്ക് 40,000 രൂപ പെൻഷൻ ഉണ്ടെങ്കിൽ ഒരു ലുങ്കി എടുത്തവൾക്ക് തന്നുകൂടെ? ഈ 4 പൊളി, ദൈവത്തിൻ്റെ സ്തോത്രം, 4 പൊളി, അതെ ഞാൻ നഗ്നത മറയ്ക്കുമ്പോൾ അത് തിരിയുമ്പോൾ ഇങ്ങോട്ട് മറയ്ക്കും, തിരിയുമ്പോൾ ഇങ്ങോട്ട് മറയ്ക്കും. ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും കെടുക്കുക. ദരിദ്രരെന്ന് പറയുന്നത് പാവപ്പെട്ടവരെ പീഡിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയാ, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പ അവളെ അടിക്കൂ. അത്ര പപ്പ അടിക്കൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മൂത്രം ഒഴിക്കരുത്. പിന്നിലുള്ള ബലം എന്താ? ദൈവത്തിൻ്റെ പേരിൽ അടിക്കുക, ഉപദ്രവിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ വ്യക്തി മാറ്റപ്പെട്ടു. എന്നാൽ ഞാൻ ചാൽശ്ശേരിയിൽ ഒരു ഭവനത്തിലേക്ക് കടന്നുപോയപ്പോൾ ദൈവത്തിന് സ്തോത്രം ഒരു 90 വയസ്സായ അമ്മയെ സൂക്ഷിക്കുന്നത് കണ്ടപ്പോൾ ആ ഭവനത്തിലേക്ക് കയറി തന്നെ അറിയാം. ഒരു ഭവനത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ രോഗി കിടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആ ഭവനം ദൈവത്തിനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണെന്ന് വ്യക്തമായി ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം. ഞാൻ പറയട്ടെ, അപ്പനമ്മമാരെ എത്രയോ ദൈവത്തിൻ്റെ പേരിൽ നീതി ലഭിക്കാതെ ദരിദ്രരെ അതെ പീഡിപ്പിച്ച് കിടക്കുന്ന അപ്പനമ്മമാരുണ്ടെന്നറിയോ? ശാന്തമായി ചിന്തിക്കേ. മക്കൾ നോക്കുന്നില്ല, മരുമക്കൾ നോക്കുന്നില്ല. എന്നാൽ എല്ലാവരും നോക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പലരും നോക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പറയട്ടെ, ദൈവത്തിൻ്റെ പേരിൽ അതെ ആ ഭവനത്തിൻ്റെ കാഴ്ച ഒന്ന് എടുത്തു നോക്കിയേ. ഹല്ലേലൂയ. എത്രയോ പീഡനങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരിൽ അതെ അപ്പനമ്മമാരിൽ നടന്നുകൊണ്ടിരിക്കുക. മക്കളുടെ പീഡനം, അത് മരുമക്കളുടെ, അതുപോലെ ദൈവത്തിൻ്റെ പേരിൽ ഏതെല്ലാം വിധത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുന്നില്ല. ഇവൾ മുട്ടുമടക്കിയ പ്രാർത്ഥന കേൾക്കുമോ? നിങ്ങൾ പറ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ദരിദ്രരെ പകയ്ക്കുക. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. പ്രൈസ് ദി ലോർഡ്. പകയ്ക്കുക. ദൈവത്തിൻ്റെ പേരിൽ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയോ?
ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയെ പകയ്ക്കുക എന്ന് പറയുമ്പോൾ ദരിദ്രരെ പകയ്ക്കുന്നത് കാണും. ഞാനൊരു ദിവസം മെഡിക്കൽ കോളേജ് വേലയ്ക്ക് വേണ്ടി കടന്നുപോയി എൻ്റെ ഭാര്യയുമായിട്ട്. അപ്പോൾ ഒത്തിരി 100-ന്റെ നോട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, 15 വർഷം മുമ്പാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പണമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ കടന്നുപോയി. മുളങ്ങുന്നത്തുകാവല്ല, പഴയ മെഡിക്കൽ കോളേജിലേക്ക്. പ്രൈസോ, ഞാൻ എൻ്റെ ഭാര്യ നന്നായി വേല ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ കടന്നുപോയിട്ട്. അങ്ങനെ കടന്നുപോയപ്പോൾ അവിടെ ഇരിക്കാനായിട്ടുള്ള കിടക്കാനായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. അതെ, അട്ടപ്പാടിയിൽ നിന്ന് ഒത്തിരി ആദിവാസികളുണ്ട്, പാവപ്പെട്ടവർ താഴെ ഇങ്ങനെ കിടക്കിയിരിക്കും ചെയ്യുക. നിങ്ങളവിടെ ചെന്നിട്ട് രണ്ടുപേരും കൂടെ ദൈവത്തിന് വരെ ഉള്ള പൈസ പങ്കുവെച്ച് ആദിവാസികൾക്ക് 100 വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ 100 വെച്ച് കൊടുക്കുക. ഈ കൊടുക്കുന്ന കാര്യത്തിൽ നല്ല പാൻറ്റും ഷർട്ടും ഇട്ടാൽ നല്ല വൃത്തിയോട് നിൽക്കുന്ന 4 പേര് നോക്കിയിട്ട് പറയാ, ഇവർക്ക് വട്ടാണെന്ന്. എന്താ പറഞ്ഞേ? ഇവർക്ക് വട്ടോ. ദൈവത്തിന് സ്വന്തം ഒരു ആത്മപൂർണ്ണനെ ഭ്രാന്തനെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഓശയപ്രവചനം പറയുക, ആത്മപൂർണ്ണനെ ഭ്രാന്തനെന്ന് വിളിക്കപ്പെടും. സ്വത്രം, ഇവർക്ക് വട്ടാണ്. അവൻ എന്താ 100 രൂപ കൊടുത്ത ആദിവാസിക്ക്? ഞാൻ പറയട്ടെ, മെഡിക്കൽ കോളേജിലെ വേലയോട് ബന്ധപ്പെട്ട് നിങ്ങൾ 10 ചെറുപ്പക്കാർ കടന്നുപോയിട്ട് ചാൽശ്ശേരിയിൽ നിന്ന് കടന്നുപോയ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരമ്മച്ചി കരഞ്ഞും കൊണ്ട് പറയുക, എനിക്ക് ഇതല്ല വേണ്ടത്, ഒരു 50 രൂപ എടുക്കാനുണ്ടോ? 50 രൂപ കൈ കൊടുത്തപ്പോൾ നന്ദി വാക്ക് പറയാതെ മരുന്ന് മേടിക്കാനായിട്ട് ഈ അമ്മച്ചി ഓടി. ദൈവത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം മനസ്സിലായോ? ഹല്ലേലൂയ. ദരിദ്രരെ പീഡിപ്പിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്, അവരോട് പക കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തു നിന്ന് കടന്നു പോരട്ടെ. ഒരു ചിന്ത കൂടെ എളുപ്പത്തിൽ പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. 2, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമെന്തെന്ന് ചോദിച്ചാൽ, എളിയവനോട് നീതി കാണിക്കണം. അത് എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കത്തില്ല, മറുപടി ലഭിക്കത്തില്ല. അവനോട് നല്ല രീതിയിൽ കാണും. യെശയ്യാ പ്രവചനത്തിൽ പറയണമെന്നറിയോ? ഞാൻ അങ്ങനെ ചിന്തിക്കുക, പഴയ കാലങ്ങളിൽ ഞാൻ നാടും വീടൊന്നും പറയണില്ല. പാവങ്ങൾ കല്യാണം കഴിക്കാൻ പണമില്ലാതെ കടന്നു വരുമ്പോൾ, മുതലാളി എന്താ ചൊറഞ്ഞ് തല തുറഞ്ഞിട്ട് ഇങ്ങനെ വരും, ഒരു 5000 രൂപ വേണം, ഒരു 5000 രൂപ. എന്തിനാ? എൻ്റെ മകളുടെ കല്യാണം ആയിട്ടുണ്ട്, അതിനൊന്നുമില്ല മുതലാളി, ഒരു 5000 രൂപ വേണം. അപ്പോൾ ചിരിച്ചും കൊണ്ട് പറയാം, അത് മതിയോ? അത് മതിയോ? 6 7 വേണ്ടേ? അപ്പോൾ മുതലാളി അത് തരുമോ? അത് തരുമോ? ഒരു പാവപ്പെട്ടവൻ ചോദിക്കുക, ഒരു ദരിദ്രനായ മനുഷ്യൻ ചോദിക്കുക, അത് തരുമോ? അപ്പോൾ മറുപടി പറഞ്ഞെന്താണെന്നറിയോ? നിൻ്റെ ആധാരമൊക്കെ അവിടെ ഇല്ലേ? നിന്റെ ആധാരമൊക്കെ അവിടെ ഇല്ലേ? ആധാരം പണയം വെച്ച് ദൈവത്തിൻ്റെ മുന്നിൽ എത്രയോ പേരുടെ കയ്യിൽ എളിയവരെ പീഡിപ്പിച്ച്, ദരിദ്രരെ പീഡിപ്പിച്ച്, അത് സാമ്പത്തികമായി കയ്യിലാക്കിയിട്ട് ഇരിക്കുന്നവർ എത്ര പേരുണ്ട്? ആ കുടുംബത്തെ എടുത്ത് നോക്കിക്കോ, കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവരെ പീഡിപ്പിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്, അവരുടെ പണം പിടുങ്ങിപ്പോകരുത്. ആമേൻ. സുവിശേഷ ലോകത്തും ദൈവത്തിൻ്റെ മുന്നിൽ പിടുങ്ങുന്നവർ ഒത്തിരി ഉണ്ട്. ആമേൻ. എന്നാൽ ഞാൻ പറയട്ടെ, സത്യസന്ധമായിട്ട് വേല ചെയ്യുന്ന PPC രാജുവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്രയോ പേർ ഞാൻ പണം കണ്ടല്ല സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചത്. 31 വർഷമായിട്ട് ഞാൻ ഇല്ലായ്മയുടെ നടുവിലും ഉള്ളവൻ്റെ നടുവിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ കർത്താവിനെ സമൃദ്ധിയായി നടത്തുക. ഒരു വെള്ള ഷർട്ട് എൻ്റെ ഇവിടെയൊക്കെ പൊട്ടി തുടങ്ങി. എന്നിട്ട് ഞാൻ ഒരു ഷർട്ടും കൂടെ വാങ്ങിച്ചത്, വെള്ള ഷർട്ട്. പ്രൈസ് ദി ലോർഡ്. അനാവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ മക്കൾക്ക് സ്വർഗ്ഗത്തിലെയോ സമൃദ്ധിയായിട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ സ്തോത്രം. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, 2 ഉടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഞാൻ പറയട്ടെ, എനിക്ക് വിഷമമുണ്ട്, ഖേദമുണ്ട്. എത്രയോ ഉടുപ്പുകൾ ദൈവത്തിൻ്റെ സ്തോത്രം എനിക്കും ഉണ്ടായിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒരു പാവപ്പെട്ടവനത് കൊടുത്തുകൂടെ? ആമേൻ. ഇത്രത്തോളം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചല്ലോ. എൻ്റെ 31 വർഷത്തെ ഈ കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ട് എൻ്റെ കർത്താവിനെ എത്രത്തോളം അനുഗ്രഹിച്ചതിനായി ഞാൻ നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. നന്ദിയല്ലാതെ അതൊന്നും പറയാനായിട്ടുള്ള. 3ാമതായിട്ട് ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. എളിയവരുടെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കത്തില്ല. അവൻ്റെ നിലവിളിക്ക് ആദ്യം ചെവി തുറന്നു കൊടുക്ക്, എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കേ, മറുപടി തരും. ആമേൻ. ഒരു വാക്യം വായിച്ചാട്ടെ സഹോദരി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. എസ്കേൽ 14:13 വാക്യം. എസ്കേൽ 14:13. മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വായിച്ച വേദഭാഗം മനസ്സിലായോ? എസ്കേൽ പറയാ,
ഒന്നും കൂടെ വായിച്ചാട്ടെ, നിർത്തി വായിച്ചാട്ടെ. മനുഷ്യപുത്ര, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? മറുപടി തരുമോ? മറുപടി തരാത്ത പ്രാർത്ഥന ഇത്. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം എന്നറിയോ? ഹൃദയത്തിലെ ആരാധന. ആമേൻ. ഹൃദയത്തിലെ ആരാധന. എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ആമേൻ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വഴിയിൽ അങ്ങനെയാണെങ്കിൽ ഈ ഹൃദയത്തിൽ ആരാധിക്കേണ്ട സ്ഥാനത്ത്, യേശുവിനെ ആരാധിക്കേണ്ട സ്ഥാനത്ത് എന്താ യേശുവിനെ ആരാധിക്കാനായിട്ടുള്ള പ്രത്യേകത? റോമൻ കല്ലറയോട് ഇമ്പീരിയൻ മുദ്ര പൊട്ടിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്, ഇന്നും ജീവിച്ച് മരിച്ച് അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരാമെന്ന് പറഞ്ഞ ആ യേശുവിനെ ആരാധിക്കേണ്ട. ആമേൻ. ഈ ആരാധനവിന് കൊടുക്കണം. ഈ ആരാധനവിന് കൊടുക്കണമെന്നേ. നിന്റെ ഹൃദയത്തിലെ ആരാധന എന്താ? പണമാണോ? അമേരിക്കയാണോ? ലണ്ടനാണോ? പാരീസാണോ? ഗൾഫ് പ്രദേശങ്ങളാണോ നിന്റെ കണ്ണ്? സുവിശേഷ വേലയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വഴിയിൽ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ സ്തോത്രം, എവിടെയാ കണ്ണ്? എവിടെ ആരാധന? ഹല്ലേലൂയ. നോക്ക്, സോദോം ഗോമോറ നശിപ്പിക്കുക. സോദോം ഗോമോറ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ഓടിക്കോ എന്ന് പറഞ്ഞു. ഓടിക്കോ. അപ്പോൾ മനസ്സലിഞ്ഞിട്ട് ലോത്തിൻ്റെ ഭാര്യ, പെൺപുത്രികൾ 2 പേര്, ദൈവത്തിൻ്റെ സ്തോത്രം, അതെ, പുറകെ ഇങ്ങനെ ഓടുക. ലോത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? പർവ്വതത്തിലേക്ക് ഓടുന്നത് മനസ്സിലാക്കണം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്താൻ കഴിയുമോ എന്ന് പലരും ചോദിക്കുക. തീയും ഗന്ധവും ഇട്ട് സോദോം ഗോമോറ നശിപ്പിക്കാൻ പോകുക. അപ്പോൾ ലോത്തിൻ്റെ ഭാര്യയോട് ഒരു വാണിംഗ് പറഞ്ഞു, നീ പുറകോട്ട് നോക്കരുത്, നേരെ ഓടിക്കോ എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പേര് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് ഓട്, പിന്നേക്ക് നോക്കാതെ ഓട്. ഇവിടെ സംഭവിച്ചത് എന്താ? അവൾ പുറകോട്ട് നോക്കരുതെന്ന് വ്യക്തമായിട്ട് തെളിയിച്ച് പറഞ്ഞെങ്കിൽ അത് ചെയ്യാതെ സ്വർഗം പറഞ്ഞപ്പോൾ അത് അനുസരിക്കാതെ അവൾ പുറകോട്ട് നോക്കി. അത് ഉപ്പുതൂണായി മാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, നീ സമ്പത്തിൽ കണ്ണു കാണരുത്, നിന്റെ ആഭരണത്തിൽ കണ്ണു കാണരുത്. ഇപ്പം സ്വർണത്തിനൊക്കെ വില കൂടുതലാണ്. ഇപ്പം എല്ലാവരുടെ കണ്ണ് എവിടെയാ? ആഭരണത്തിൻ്റെ മുകളിലാണ്. ഇത്രയുണ്ട്. യുദ്ധം വന്നൊക്കെ പൊക്കെ. ഞാൻ പറയട്ടെ, നിന്റെ സ്വർണ്ണം എന്ന് പറയുന്നുണ്ടല്ലോ കെട്ടിയിരിപ്പ്, ഇത് ദൈവത്തിന് വരെ നായ തിന്നാത്തതാ. പ്രൈസ് ദി ലോർഡ്. തുറന്നു പറയട്ടെ, അതിൽ നീ ആഗ്രഹം വെക്കരുത്. അവൾ എന്ത് ചെയ്തു? പുറകോട്ട് നോക്കി. നല്ല മൂക്കുത്തി ഉണ്ട് ഇതിന്. എന്ത് ഡയമണ്ട് വെച്ചിട്ടുള്ളത്. ഞാൻ സ്വർണ്ണ കച്ചവടക്കാരനെ, ഒത്തിരി കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവൾ പുറകോട്ട് നോക്കിയതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ഒത്തിരി ആഭരണങ്ങൾ കാണും. ജയലളിത പണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം 500 കോടി ചെരുപ്പ് ഇത്തിരി ഉണ്ടല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടേക്കല്ല കണ്ണു വേണ്ട. അവൾ പുറകോട്ട് നോക്കി. ലോകത്തിലേക്ക് അവൾ നോക്കി. ലോകത്തിലേക്ക് നോക്കിയാൽ നിനക്ക് ജീവരക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. നിനക്ക് രക്ഷപ്പെടണോ? സ്വർഗത്തിന്റെ മുഖത്തേക്ക് നോക്ക്. 123-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നതായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. ആമേൻ. വേറെ എവിടെ കണ്ണു ഉയർത്തരുത്. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, വേറെ എവിടേക്ക് കണ്ണുയർത്തരുതോ? ഈ VOC ചാനലിൽ കൂടെ ലോകത്തിൻ്റെ ഭാഗത്ത് നിന്ന് നീ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, അവിടേക്ക് നോക്കല്ലേ, ജീവരക്ഷയ്ക്കായി ഓട്. ഞാൻ ഓടുന്നത് ഈ ഓട്ടക്കളത്തിൽ ജീവരക്ഷയ്ക്കാ. ഒരു നിത്യത മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. എൻ്റെ വീട്ടിൽ എപ്പോഴും പറയാം, കർത്താവ് വരുമ്പോൾ ഞാൻ പോവും മോളേന്ന്. പ്രൈസ് ദി ലോർഡ്. എനിക്കുറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പറയട്ടെ, ലോത്തിൻ്റെ ഭാര്യ ഓർക്ക് എന്നിട്ടോട്. ഇതായിരിക്കുന്നൊരു ധനവാൻ, ധനാഢ്യൻ. പ്രൈസ് മൂടാ, ഈ രാത്രി നിന്റെ പ്രാണന് ദൈവം നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒരു മരണമുണ്ടെന്ന് അവൻ മറന്നുപോയി, ഒരു നിത്യജീവനുണ്ടെന്ന് അവൻ മറന്നുപോയെന്ന്. ഇന്ന് പലരും അങ്ങനെയാ. ഞാൻ പറയട്ടെ, ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 19:16-22 വാക്യം വായിച്ചാട്ടെ. 19:16 മുതൽ 22 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ
കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു. ഓ, യൗവനക്കാരൻ പറയാ, ഇതൊക്കെ ഞാൻ ചെയ്തു വരുന്നു. പലരും പറയാറെന്താണെന്നറിയോ, അങ്ങനെ വലിയ പാപമൊന്നും ഞാൻ ബ്രദറെ ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നിന്റെ കണ്ണെവിടെയാ? നിന്റെ കണ്ണെവിടെയാ? കക്ഷത്തായിരിക്കുന്നത് അല്ലേ? ഉത്തരട്ട് പിടിക്കും വേണം, കക്ഷത്തിരിക്കുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, വിടാനും പാടില്ല. പലരും അങ്ങനെയാ. വായിച്ചാട്ടത് ഒരു അവസാനിപ്പിക്കണ്ടേ? ഇനി ഒരു കുറവ് ഉള്ളത് എന്ത്? നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഒരു കുറവ് എന്താണെന്ന് അവൻ ചോദിക്കുന്നത്. അവൻ വിടുമെടുക്കനാട്ടോ. കാരണം നിത്യജീവൻ ചോദിച്ചു വന്നവൻ ബൈബിളിൽ ഇതാ ഞാൻ കണ്ടത്. പലരും പല ജാതിയിൽ വന്നതാ, പുറകെ അപ്പത്തിൻ്റെ പുറകെ വന്നവരാ. ഇപ്പം ഇവിടെ നിത്യജീവൻ ചോദിച്ചു വന്ന ഒരു വ്യക്തി അവൻ, പ്രൈസ് ദി ലോർഡ്, വിടുമെടുക്കനാ. അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, സൽഗുണപൂർണൻ ആകുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. മറുപടി ഉണ്ടാകും, അനുഗമിക്കാം. എന്നിട്ട് വന്നിട്ട് എന്നെ അനുഗമിക്കാം. കർത്താവ് വല്ല തെറ്റു പറഞ്ഞോ? യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ട് ദൈവത്തിൻ്റെ മുതൽ മടക്കി വിട്ടത് ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ നിത്യജീവൻ ചോദിച്ചു വന്ന ആളാ. അല്ലാത്തവരുടെ എല്ലാവരും യേശു കർത്താവ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഭർത്തിയുമായ കുരുടനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുതൽ അവനെ, അതെ, എളിയവനെ ആദരിക്കുന്നവൻ മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ അവനെ പീഡവൻ അനുഭവിച്ചു, മിണ്ടായിട എന്ന് പറഞ്ഞ് പലരും ശാസിച്ചു. ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയ, പലരും ശാസിച്ചു, അവനെ അവഗണിച്ചു, ഇല്ലാതിരുത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ പറഞ്ഞതല്ല. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ മുതൽ ചിലവരുടെ കണ്ണ് സമ്പത്തിലാ, അതാ അവരുടെ ഹൃദയത്തിലാ ആ ആരാധന. മനസ്സിലായോ? സമ്പത്തിൻ്റെ ആരാധന എത്ര കിട്ടിയാലും പോരാ 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 പോരാ. ഞാൻ പറയട്ടെ, ഏത് അംബാനി ആയിത്തീർന്നാലും എനിക്ക് പറയാനായിട്ടുള്ളത്, നിത്യജീവൻ ലഭിക്കണമെങ്കിൽ മടങ്ങി വരണം. യേശുവിനെ ആരാധിച്ച് ഒന്ന് മാത്രമേ ആരാധിക്കാൻ കഴിയുള്ളൂ. ആ ദൈവത്തെ ആരാധിച്ച് മടങ്ങിവോ. സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഹൃദയത്തിലെ വിഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണം, ഈ ലോകത്തിൻ്റെ മാമോൻ, പിശാച്. പ്രൈസലോ. ദൈവത്തിൻ്റെ ബദൽ ഞാൻ പറയട്ടെ, അത് പിശാചാന്ന് ഞാൻ പറയില്ല. പ്രൈസലോ. അത് നല്ല വഴിക്ക് നീ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്മയുള്ളതാ. തിന്മ വഴിക്ക് ചിലവാക്കുകയാണെങ്കിൽ കള്ളുഷാപ്പിലും അതുപോലെ വ്യഭിചാരത്തിനും കൊടുക്കുമ്പോൾ അത് തിന്മയല്ലേ? അതുകൊണ്ട് പണം വേണം, പണമില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. ഒറ്റ കാര്യം പറയട്ടെ, അത് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് വ്യക്തമായി നീ എന്ത് ചെയ്യണം, അറിയണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുക. അതേ, മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ ഏതാണെങ്കിലും അതെല്ലാം തച്ചുടച്ച് ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, 3 ദൈവങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. 3 ദൈവം. ഒന്ന് ഈ ലോകത്തിൻ്റെ ദൈവം, അല്ലേ? അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 30 മുക്കോടി ദൈവം, 30 മുക്കോടി ദൈവങ്ങൾ. മനസ്സിലായോ? 2 3 നമ്മുടെ സ്വർഗസ്ഥനായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, കല്ലറകളെ പൊട്ടിച്ച് 3-ാം ദിവസം എഴുന്നേറ്റ്, അതെ, സ്വർഗത്തിൽ ജീവിക്കുന്ന യേശു വീണ്ടും വരുമെന്ന് നമ്മോട് ഉറപ്പ് പറഞ്ഞ ആ യേശു കർത്താവാണ് ദൈവത്തിൻ്റെ പൈതലെ യഥാർത്ഥ ദൈവം. ആ ദൈവത്തെ നീ കണ്ടെത്തി മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പൂർണ്ണ ദൈവമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ്റെ പേര് വീരനാം ദൈവം, അത്ഭുത മന്ത്രി, ആമേൻ, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. അതാണ് ദൈവം, യേശു ക്രിസ്തു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുക. ഒന്ന്, നമ്മൾ ചിന്തിച്ച ചിന്ത, ഇന്ന് പകൽക്കാലം ചിന്തിച്ച ചിന്ത, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവത്തിൻ്റെ സ്തോത്രം, ശത്രുവിനോട് നീ ക്ഷമിക്കണം. അന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗം നിൻ്റെ പ്രാർത്ഥന കേൾക്കും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, പ്രൈസ് ദി ലോർഡ്, എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തി കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കത്തില്ല. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. എളിയവനെ ആദരിക്കണം. 2 3 ദൈവത്തിന് സ്തോത്രം. അത് ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ മാറ്റിമറിച്ച് യേശു എന്ന ആ യേശു എന്ന ആ കർത്താവിനെ ആരാധിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഈ VOC
ചാനലിലേക്ക് ക്ഷണിച്ച ഷാജു ബ്രദറിനായി ഒരിക്കൽ കൂടെ ഞാൻ നന്ദിയും സ്നേഹവും ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് വചനം ശ്രവിച്ച ഏവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും പറയട്ടെ. ഈ സമയം ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ VOC ചാനലിൽ കൂടെ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവേ, പ്രാർത്ഥനയുടെ ജീവിതം എന്താണെന്ന് വ്യക്തമായി നീ ഉപദേശിച്ചു കൊടുത്തല്ലോ കർത്താവേ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്തല്ലോ. അതെ, പ്രാർത്ഥനയ്ക്ക് ഇന്നു മുതൽ ഒരു മാറ്റം വരുവാൻ, മാറ്റം സംഭവിക്കുവാൻ തൻ്റെ മക്കളെ നീ സഹായിച്ചാട്ട കർത്താവേ. ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും അവരുടെ ജീവിതത്തിൽ കർത്താവേ 7 ചിന്തകൾ ഇന്ന് പകൽക്കാലം അതെ കഴിഞ്ഞ പ്രാവശ്യം കൂടെ സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി സ്വർഗം കൊടുക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന സ്വർഗം കേൾക്കുവാനായിട്ടുള്ള വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചല്ലോ. അവിടുന്ന് കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം, കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുന്നുണ്ട് സ്തോത്രം. എല്ലാറ്റിനായി നന്ദി കർത്താവേ. നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കുമാറാകണമേ. ശുശ്രൂഷയുടെ സകല മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടെടുക്കണം. നീ പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാണ് കർത്താവേ, അതിനായി സ്തോത്രം. എല്ലാറ്റിനായി നന്ദി. പ്രാർത്ഥന കേട്ട സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.